ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന ഈശോയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ ഉപേക്ഷിച്ച അമ്മമാതാവിനും നന്ദി പറയുന്നു. എൻ്റെ പേര് സജോ സെബാസ്റ്റ്യൻ, എൻ്റെ അമ്മ ജോളി സെബാസ്റ്റ്യൻ. ഞങ്ങൾ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മേരുപുരം ഇടവയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 13/11/2023 എൻ്റെ അമ്മ വഴിയാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത്. അമ്മ 9 പ്രാവശ്യം ഉടമ്പടി പുതുക്കി. ഞാൻ എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, എൻ്റെ അമ്മ ആദ്യം ഉടമ്പടി എടുത്ത് എനിക്ക് കുവൈറ്റിലോട്ട് 2 കൊല്ലത്തെ വിസ ലഭിച്ച് അങ്ങനെ ഞാൻ ജോലി ചെയ്യാൻ പോയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഞാൻ ഒരു യൂറോപ്പ് കൺട്രിയിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ എങ്ങോട്ട് പോകണം എന്ന ആലോചനയിലിരിക്കുമ്പോഴാണ് ജർമ്മനിയിലേക്ക് എനിക്കൊരു ഓഫർ വന്നത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഈശോയുടെ അനുഗ്രഹം നേടി അമ്മമാതാവിനെ എടുക്കാൻ കിട്ടുവാണെങ്കിൽ ജർമ്മനിയിലേക്കുള്ള പ്രോസസ്സ് ചെയ്യാമെന്നൊരു തീരുമാനത്തിൽ വന്നു. അങ്ങനെ ഇവിടെ വന്ന് മാതാവിനെ തന്നെ എനിക്ക് എടുക്കാൻ കിട്ടി. അച്ഛനെ കാണാൻ വന്ന് ഇവിടെ നിന്നപ്പോൾ എനിക്ക് ഇവിടെ വെച്ച് സുഗന്ധാഭിഷേകം ലഭിച്ചു. സെക്കൻഡുകൾ മാത്രം ഉണ്ടായിരുന്ന മുല്ലപ്പൂവിൻ്റെ ഒരു മണം എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചു. അപ്പോഴാണ് എനിക്ക് എൻ്റെ കൂടെ ഈശോയും മാതാവ് ഉണ്ടെന്നുള്ളൊരു ബോധ്യം കൂടുതൽ ഉറച്ച വിശ്വാസത്തിൽ വളരാൻ അതിന് സഹായിച്ചു. അതിനുശേഷം ഞാൻ ജർമ്മനിയിലേക്കുള്ള പ്രോസസ്സ് തുടങ്ങിയെങ്കിലും അതിനിടയിൽ എനിക്ക് അയർലൻഡിലോട്ട് വേറൊരു ഓഫർ വന്നു. അതായത് വിസയ്ക്കോ ഒന്നിനോ ഒരു പണം ചിലവാക്കണ്ട, എൻ്റെ ഒരു സുഹൃത്ത് വഴി എയർ ടിക്കറ്റ് വരെ അവരെടുക്കാമെന്നുള്ള ഒരു ഓഫർ വന്നപ്പം ഞാൻ ഈശോയായിട്ട് എനിക്ക് തന്ന ഈ ഓഫർ ഞാൻ മാറ്റി വെച്ച് എൻ്റെ സ്വന്തം ഇഷ്ടത്തിലേക്ക് അയർലൻഡിലേക്കുള്ള പേപ്പർ വർക്കിൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അതുവഴി എനിക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ മാത്രമേ നേടാൻ പറ്റുകയുള്ളൂ. വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയി, പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് പോയി, ഉടമ്പടി മൊത്തം ഉഴപ്പി 9 മാസത്തോളം ഞാൻ നാട്ടിൽ തന്നെ അതിൻ്റെ പുറകെ നടന്ന ജോലി ഇല്ലാണ്ടായിപ്പോയി. പിന്നെയും ഞാൻ ശരിയാവില്ല എന്ന് വിചാരിച്ച് ജർമ്മനിയിലേക്കുള്ള പ്രോസസ്സ് തന്നെ തുടങ്ങി. പക്ഷേ അപ്പോഴും എനിക്ക് തടസ്സമായിരുന്നു. VFS ഡേറ്റ് കിട്ടാതിരിക്കുകയും ആദ്യത്തെ പ്രാവശ്യം വിസയ്ക്ക് വെച്ചപ്പോൾ വിസ റിജക്ഷൻ വരികയും ചെയ്തു. അപ്പോൾ എനിക്ക് എന്തോ ഒരു തെറ്റ് എൻ്റെ ഭാഗത്ത് സംഭവിച്ചു എന്ന് മനസ്സിലായി. ഉടമ്പടി പുതുക്കാമെന്നുള്ളൊരു ബോധ്യത്തോടെ പിന്നെയും ഉടമ്പടിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി തിരിച്ചു വന്നു. ഇവിടെ വന്ന് അതിനു മുമ്പ് ഞാൻ VFS ഡേറ്റ് എടുത്ത് VFS അപ്ലൈ ചെയ്ത് അവിടെ ഒപ്പിട്ട് പ്രാർത്ഥിച്ച് അവിടെ പോയി വിസ അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ കാണാനുള്ള ഭാഗ്യം എനിക്ക് 2ാമതും ലഭിച്ചു. അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, 47 ദിവസത്തിനുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാവും, സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ് 17ാം ദിവസം എൻ്റെ വിസ എനിക്ക് വന്നു. 17ാമത്തെ ദിവസം എനിക്ക് വിസ എൻ്റെ കയ്യിൽ കിട്ടി. അതിനുശേഷം വിസ കൈവന്നതിന് അമ്മമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഉടമ്പടി വഴി എനിക്ക് ആത്മീയതയിൽ വളരാൻ കുറേ സഹായം ലഭിച്ചു. അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം കണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം അതേപോലെ എനിക്ക് അതേ പ്രാർത്ഥനയിൽ വളരാനും കുമ്പസാരം 2 ആഴ്ചകൾ കുമ്പസാരം കൂടാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള അനുഗ്രഹം ലഭിച്ചു. ദുശീലങ്ങളൊക്കെ മാറ്റിവെച്ച് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് പത്രം ഇവിടെ നിന്ന് മേടിച്ചു കൊടുക്കുകയും പള്ളിയിലേക്ക് ബൈബിൾ പാരായണത്തിന് വിളിക്കുകയാണെങ്കിൽ ഈശോയെ പ്രഘോഷിക്കാൻ പറ്റുന്നൊരവസരമായി കണ്ട് ബൈബിൾ വായിക്കാൻ വേണ്ടി മുമ്പോട്ട് വരികയും കാരുണ്യപ്രവൃത്തികളായി മറ്റുള്ളവരെ പൊതിച്ചോറ് കൊടുക്കുകയും മറ്റു ഗൂഗിൾ പേയിലും മറ്റും അതേപോലെ സഹായം ആവശ്യപ്പെടുന്നവർക്ക് സഹായം നൽകുകയും അങ്ങനെ അനാഥ മന്ദിരങ്ങളിലും ആരോരുമില്ലാത്ത വൃദ്ധസദനങ്ങളിലൊക്കെ ഭക്ഷണ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുക്കാനും ഞാനും അമ്മയും കൂടെ ഒരുമിച്ച് ചെയ്യാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാധ്യസ്ഥം വഹിച്ച അമ്മമാതാവിനും 1000 നന്ദി പറയുന്നു. ഇനി ജർമ്മനിയിൽ പോകുന്നതിൻ്റെ എൻ്റെ തൊട്ടടുത്ത് തന്നെ എനിക്ക് വിശുദ്ധ കുർബാന കൂടാൻ വേണ്ടി പള്ളിയും അതേപോലെ എനിക്ക് താമസ സൗകര്യം അവിടെയുണ്ട്. ഇതെല്ലാം ഒരുക്കി തന്ന ഈശോയ്ക്കും അമ്മമാതാവിനും 1000 നന്ദി. ഇത്രയും അനുഗ്രഹങ്ങൾ തെരഞ്ഞു തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. തുടർന്ന് ഞങ്ങൾ നിത്യത വരെ അമ്മയോടും തിരുക്കുമാരനോടും ചേർന്ന് നിൽക്കുമെന്ന് ഉറപ്പ് തരുന്നു. സങ്കീർത്തനങ്ങൾ 68:19 തിരുവചനം. അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമാണ് നമ്മുടെ രക്ഷ, നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്. ജോളി സെബാസ്റ്റ്യൻ എന്ന ഈ സഹോദരിയും മകൻ സിജോയും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി ജീവിതത്തിൽ കടന്നുപോയ ഉയർച്ച താഴ്ചകളെ മകൻ വാക്കുകളിലൂടെ
വ്യക്തമാക്കുന്നുണ്ട്. ഉടമ്പടി ആവേശത്തോടെ എടുക്കുക, അല്പകാലത്തിന് ശേഷം അതിൽ നിന്ന് മന്നിച്ച് മാറുക, അത് നമ്മൾ നമ്മുടെ വഴികൾ തിരഞ്ഞെടുക്കുകയും നമ്മുടെ അലസതയുടെയും നമ്മുടെ ജീവിതം നാം തീരുമാനിക്കുന്ന രീതിയിൽ കൊണ്ടുപോകുവാൻ വേണ്ടി നാം നിശ്ചയിച്ചു കഴിയുമ്പോൾ ആ ദൈവികമായ സംരക്ഷണത്തിൽ നിന്ന് നമ്മൾ തന്നെ കുതറിമാറുന്നതാണ് പലപ്പോഴും നമ്മൾ ഉടമ്പടിയുടെ ഉഴപ്പലെന്നോ ഉടമ്പടി നിന്ന് പിന്നോട്ട് മാറിയെന്നോ കാണുന്നതിന് കാരണമാവുക. അത് മകൻ തന്നെ വാക്കുകളിലൂടെ സൂചിപ്പിച്ചു. ഏറെ ക്ലേശത്തിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കുമാണ് ആ ഉടമ്പടിയിൽ നിന്ന് പിന്മാറുമ്പോൾ പുറത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ മാറുന്നത്. വീണ്ടും തിരികെ അമ്മയുടെ അരികിലെത്തി ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ അത് ഡേറ്റ് കൊടുത്തുകൊണ്ട് മകനെ അറിയിക്കുകയാണ്. 47 ദിവസത്തിനുള്ളിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയിൽ ശരണപ്പെട്ട് ഉടമ്പടി ജീവിക്കുവാൻ തീരുമാനിക്കുമ്പോൾ ആ തീരുമാനിക്കുന്ന മക്കൾക്ക് കൊടുക്കുന്ന സവിശേഷമായ ഒരു ആനുകൂല്യമാണ് സമയത്തിന് മേൽ അധികാരമുള്ള ഈശോ സമയഘടികാരം ചാർത്തിയ അമ്മയുടെ സംരക്ഷണയിൽ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ നിയോഗങ്ങൾ അനുഗ്രഹിക്കുക എന്നത്. സമയത്തിനും കാലത്തിനുമേൽ ഈശോയ്ക്ക് അധികാരമുള്ളത് കൊണ്ട് തന്നെ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ഒരു വ്യക്തി ഡേറ്റ് നിശ്ചയിച്ച് സമയം നിശ്ചയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അത് അംഗീകരിക്കുകയും അനുഗ്രഹമാക്കി നൽകുകയും ചെയ്യുന്നതാണ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ സാക്ഷ്യത്തിലും നമ്മൾ തിരിച്ചറിയുന്നത്. അച്ഛൻ മകനോട് പറയുന്നുണ്ട്, നിരന്തരം അമ്മയോടും ഈശോയോടും സംസാരിക്കുന്ന അമ്മയും ഈശോയും നൽകുന്ന സന്ദേശം ആയിരക്കണക്കിന് മക്കൾക്ക് നിരന്തരം കൈമാറിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ അമ്മ കൊടുത്ത ഡേറ്റാണ് മകന് കൈമാറുന്നത്. 47 ദിവസത്തിനുള്ളിൽ പ്രശ്നങ്ങളൊക്കെ മാറും, നീ ജീവിതം സുരക്ഷിതമാക്കുമെന്നാണ്. അത് ഏറെ നാളായി, മാസങ്ങളായി ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ച് പരാജയപ്പെട്ട് ഒരു വഴിയും തെളിയാതെ നിൽക്കുമ്പോഴാണ് മകനോട് ഈ വാക്കുകൾ അച്ഛൻ പറയുന്നത്. അത് ഈ കൈവിപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ആര് തന്നെ ഈ അൾത്താരക്കരികിലേക്ക് വരുമ്പോഴും നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ട ഒരു കാര്യം, നമ്മൾ വിശുദ്ധിയോടുകൂടി ദൈവിക സന്നിധിയിൽ വിധേയപ്പെടുവാൻ തീരുമാനിച്ചുകൊണ്ട് ക്രൈസ്തവരാണെങ്കിൽ നല്ലൊരു കുമ്പസാരം നടത്തി പ്രസാദപരത്തിൽ അമ്മ മാതാവിൻ്റെ ഈ അൾത്താരയിൽ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി അണയുമെങ്കിൽ നമുക്കത് വലിയ അനുഗ്രഹത്തിന്, ജീവിത പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വഴിതെളിക്കുന്ന വിധത്തിൽ ഈശോയും അമ്മയും അപ്പോൾ തന്നെ സന്ദേശം നൽകി മടക്കി അയക്കുന്നത് കാണാനാവും. അത് തന്നെയാണ് മകനോട് പറയുന്നത്. 47 ദിവസത്തിനുള്ളിൽ മകൻ കൈകളിൽ പിടിച്ചിരിക്കുന്ന വിസ 17 ദിവസത്തിനുള്ളിൽ ലഭിച്ചതാണ്. ഈശോ നമുക്കൊരു സന്ദേശം കൈമാറിയാൽ അത് ദൈവിക സന്ദേശമായി ഉറച്ച് വിശ്വസിച്ച് ഹൃദയത്തിൽ ഏറ്റെടുത്ത് ജീവിതം അതനുസരിച്ച് ക്രമപ്പെടുത്തി മുന്നോട്ട് പോയാൽ, ഉടമ്പടിയിൽ നിലനിന്നാൽ നമുക്കത് വലിയ അനുഗ്രഹത്തിനും ദൈവിക സംരക്ഷണത്തിനുമുള്ള കാരണമായി തീരും. ദൈവം കൈവിടാതെ നമ്മളെ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൻ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിനും ഈ മകന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.